വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം 4:54 ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു പലഹാര ഐറ്റം, ഒരു ക്രേവിങ്സ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം. അപ്പം അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതുണ്ടാക്കി കഴിച്ചിട്ട് ഗ്രോസറി ഷോപ്പിംഗ് നടത്തണം. കുറേ ദിവസമായിട്ട് ഇവിടെ മഴയും ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. വെള്ളം കെട്ടി നിൽക്കുക അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞങ്ങളെ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാം. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് വിശന്നിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങുമ്പം ഒരു വിശപ്പ് കൂടുതൽ വരുന്നൊരു ടൈപ്പ് ആളാണ് ഞാൻ. അപ്പം വേണ്ടാണ്ട് ഓരോന്നൊക്കെ വാങ്ങി കഴിക്കും. ആ ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സാധനം ഉണ്ടാക്കാൻ പോവാം. ഇവിടെ തേങ്ങ ഇരിക്കുന്നുണ്ട്, പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നുണ്ടാവില്ല, ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ പഴം വാട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഞാനൊരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് സെയിം പാനിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ബനാന ഞാൻ കുറച്ച് ഷുഗറും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഷുഗർ ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യാം. എനിക്ക് കുറച്ച് മധുരം വേണ്ടതുകൊണ്ടാണ്. പിന്നെ ഞാൻ അതിലേക്ക് ബദാമും ഏലക്കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുന്തിരിയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ പഴം വാട്ടിയത് ഇതാ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, റെഡി ആയിട്ടുണ്ട്. ഞാനിനി പോയിട്ട് കഴിക്കട്ടെ. കണ്ണെഴുതിയത് ഇവിടെ ജസ്റ്റ് ഇതാ ഇങ്ങനെ പെരങ്ങിപ്പോയി ഗൈസ്. അപ്പം ഞാൻ മാമാഅർത്തിൻ്റെ മേക്കപ്പ് റിമൂവിങ് വൈപ്സ് വെച്ചിട്ട് ഇത് തുടച്ചു കൊടുക്കുകയാണ്. എത്ര വാട്ടർ പ്രൂഫായിട്ടുള്ള മേക്കപ്പ് ആണെങ്കിൽ പോലും ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മായ്ച്ച് കളയാൻ പറ്റും. ഞാൻ അധികം മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ഒന്നും യൂസ് ആക്കാതാണ്, പക്ഷേ ഇത് അടിപൊളിയാണ്. ഞാൻ ട്രാവൽ ആക്കുമ്പോൾ ഒക്കെ ഇത് എടുക്കാറുണ്ട്. അങ്ങനെ വാങ്ങി വെച്ചതാണ്. പെർഫെക്റ്റ്. ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മാമാഅർത്തിൻ്റെ പുതിയ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് 3 ഷെയ്ഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാമാഅർത്തിൻ്റെ ക്രീമി മാറ്റ് ലോങ് സ്റ്റൈൽ ലിപ്സ്റ്റിക് ആണ് ഇത്. ഇൻറ്റൻസ് ക്രീമി മാറ്റ് ടെക്സ്ചർ ആണ് വരുന്നത്. മുറുമുറു ബട്ടറിൻ്റെയും വൈറ്റമിൻ ഇയുടെയും ഗുഡ്നെസ് അടങ്ങിയതുകൊണ്ട് നോൺ ഡ്രൈയിങ് ആണ്, ഫ്ലേക്ക് പ്രൂഫ് ആണ്, 8 hours ലോങ് ലാസ്റ്റും ചെയ്യും. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ലിപ്സ്റ്റിക്ക് 9 ഷെയ്ഡ് റേഞ്ചസിൽ അവൈലബിൾ ആണ്. ഷെയ്ഡ്സ് പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 20% ഓഫർ ഇട്ട് തരാൻ മാമാഅർത്തിൻ്റെ ആപ്പിലും സൈറ്റിലും. അതുപോലെ തന്നെ മാമാഅർത്തിൻ്റെ ഒരു ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. നിങ്ങൾ ഓരോ അവർ ലിങ്ക് ചെയ്യുന്ന ഒരു ട്രീ ആയിട്ടാണ്. എന്നിട്ട് ആ ട്രീ പ്ലാൻ ചെയ്യുന്നതാണ്. 1 million ട്രീസ് പ്ലാൻ ചെയ്യണമെന്നാണ് ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെയും. മാമാഅർത്തിൻ്റെ ആപ്പ് കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാമാഅർത്ത് നിങ്ങളെ നിയറസ്റ്റ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അർജുനെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടാവുക. സോ നമുക്ക് അപ്പം കാണാം ഗൈസ്. ഇപ്പോൾ എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതും കൂടെ അൺബോക്സ് ചെയ്തിട്ട് പോവാം. ഇല്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കൊറിയറൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ അതിങ്ങനെ അവിടെ ഇരിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം തന്നെ എന്താണെന്ന് അറിയല. ശരിക്കും പറഞ്ഞാൽ അറിയല, നോക്കിയിട്ടില്ല എന്താ വന്നത്. കണ്ടപ്പോൾ മനസ്സിലായി ഷർട്ടാണ് ഇത്. എനിക്ക് ക്രോപ്ഡ് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ക്രോപ്ഡ് ഷർട്ടാണ്. കണ്ട, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോപ്ഡ് ഷർട്ടാണ്. സ്മോള് തന്നെയാണല്ലോ. ഓവർ സൈസ്ഡ്, സ്മോള്. എനിക്ക് തോന്നുന്നു എക്സസ് എടുത്താൽ മതിയായിരുന്നു. വല്ലാണ്ട് അങ്ങ് ഓവർ സൈസ്ഡ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. ഈ ഒരു വെതറിന് സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി ഇതൊരു ടോപ്പാണ്. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തൊരു ടോപ്പാണ് കേട്ടോ. ഈ കളർ എൻ്റെ അടുത്ത് അധികം ഇല്ല. നല്ല ടോപ്പ്, സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ
കുറച്ചുകൂടെ ഓഫ് ഷോൾഡർ പോലെ വരുന്നതാണ്. ഫുള്ളായിട്ട് ഓഫ് ഷോൾഡർ അല്ല, ഒരു സൈഡിൽ മാത്രം ഓഫ് ഷോൾഡർ ആയിട്ട് വരുന്നു. നല്ല ടോപ്പ്. നെക്സ്റ്റ് വൺ, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് സംഭവം. ഫുൾ വലയാണ് വല. ഇത് നമുക്ക് ഇപ്പം ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ട, ഇതിൻ്റെ മുകളിൽ ഇട്ടാൽ ആ ഒരു റൈൻസ്റ്റോൺ ഇല്ലേ, റൈൻസ്റ്റോൺ സംഭവം, റൈൻസ്റ്റോൺ തന്നെയല്ലേ അതിന് പറയാം, ആ സംഭവമാണ് അത്. ഇതൊരു കോട്ട് സെറ്റാണ്, ഗ്രേ ഷെയ്ഡിൽ വരുന്ന. ഇതിൻ്റെ മുന്നേ ഞാൻ വേറൊരു കളറ് വാങ്ങിച്ചിരുന്നു. അപ്പം അതെനിക്കിഷ്ടമായിട്ട് ഞാൻ വേറൊരു കളറിൽ എടുത്തതാണ്. നല്ലല്ലേ, നമുക്ക് എയർപോർട്ട് ലുക്സ്, എയർപോർട്ടിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അല്ലാതെ ഇടാം, നല്ലതാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോവാം. കുറച്ചൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങുന്നതായിരിക്കും. എൻ്റെ മുടി ഒന്നും ശരിയാവുന്നില്ല. മുടി കണ്ട ഗൈസ്, ഇതിങ്ങനെ ലോങ് ആയിട്ടാണെന്ന് തോന്നുന്നു. കെട്ടി വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പോട്ടെ, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിന് കാണാം. ഗൈസ്, അങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി തിരിച്ചെത്തിയതാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടാണ് ഗൈസ്, തലയൊക്കെ വേദനയാവുന്നു. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണം. സോ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് തരാം. ആദ്യമായിട്ട് ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഫസ്റ്റ് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ഇത് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയാണ് എടുത്തത്. ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാ വരുമല്ലോ, നല്ല രസം എനിക്കിങ്ങനെ ആക്കി കാണാൻ. ഇത് കട്ടിയാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റൂല കേട്ടോ എന്നെ കണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ഇതാക്കിയതാണ്. എന്നിട്ട് അത് നന്നായിട്ട് വാട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മാത്രമേ മുളക് പൊടി ആഡ് ആക്കുന്നുള്ളൂ, കാരണം ഞാൻ ചെറിയ പച്ചമുളക് ആഡ് ആക്കിയിരുന്നല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി കൂടെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഗരം മസാല. ഓൾറെഡി ഞാൻ ഉപ്പ് ഇതിലിട്ടിരുന്നു കേട്ടോ. അതെൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണെന്നാണ് തോന്നുന്നത്. ഇപ്പം നോക്കുന്നവരെ ആ ഷോട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നതിന് ശേഷം തേങ്ങാപ്പാലാണിത്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അധികം തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ തീയിൽ ആണത് ബാക്കി സെറ്റാക്കി എടുത്തത്. പിന്നെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം ആ മുട്ടേൻ്റെലേക്ക് ആ ഒരു കറിയുടെ ഒരു ഇത് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട് വീറ്റ് പൊറോട്ടയായിരുന്നു ഉണ്ടാക്കിയത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വീറ്റ് പൊറോട്ടയാണ്. അപ്പം നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. ഗായ്സ്, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് സീസണും ഞാൻ ഫുള്ളായിട്ട് കണ്ടിരുന്നു. ഈ സീസണും അതേപോലെ തന്നെ ഡെയിലി ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ കാണാറുണ്ട്. നിങ്ങളെ ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെത് ആരാണെന്നുള്ളത് അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് ആരും തന്നെ ഇല്ല. എന്നാലും 2-3 പേരോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം.
അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.